ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് ഹാപ്പി ഹെൽത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒട്ടുമിക്ക വീടുകളിലും ഇന്ന് ഫ്രിഡ്ജ് ഉണ്ട്. എന്ത് ഐറ്റംസ് ആയാലും, ഭക്ഷണ സാധനങ്ങൾ, ഏത് തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളായാലും പലപ്പോഴും പലരും സൂക്ഷിക്കുന്നത് ഫ്രിഡ്ജിനുള്ളിൽ തന്നെയാണ്. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ചീത്തയായി പോവാത്ത ഭക്ഷണ സാധനങ്ങൾ പോലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. ചില ഭക്ഷണ സാധനങ്ങൾ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല. എന്നാൽ എല്ലാ ഭക്ഷണ സാധനങ്ങളും അങ്ങനെയല്ല. ചില ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് പലതരത്തിലുള്ള അപകടങ്ങളും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഒരിക്കലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടതല്ലാത്ത ഭക്ഷണങ്ങളെക്കുറിച്ചും അതോടൊപ്പം തന്നെ അതങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന സമയത്ത് അതിനുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചുമാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. നമ്മൾ ഫ്രിഡ്ജിൽ ഭക്ഷണങ്ങൾ സൂക്ഷിക്കുന്ന സമയത്ത്, അതായത് തണുത്ത താപനിലയിൽ ഇങ്ങനെ ഭക്ഷണങ്ങൾ സൂക്ഷിക്കുന്ന സമയത്ത് പല ഭക്ഷണങ്ങളുടെയും ഘടനയും രുചിയും അതുപോലെ തന്നെ പോഷകമൂല്യവും ഒക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. ചില ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മളിങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തതിന് ശേഷം കഴിക്കുന്നത് വഴി നമ്മുടെ ആരോഗ്യത്തിനും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതയൊരുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഒരിക്കലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളിൽ നമ്മൾ ആദ്യം തന്നെ പറയേണ്ട ഒന്നാണ് ബ്രെഡ്. തണുത്ത താപനില പല ഭക്ഷണ പദാർത്ഥങ്ങളെയും വരണ്ടതാക്കും. ഇതിൽപ്പെടുന്ന ഒന്നാണ് ബ്രെഡ്. ശീതീകരിച്ചാൽ ഉണങ്ങിയതും അതുപോലെ തന്നെ പഴകിയതുമായ ഭക്ഷണമാണ് ബ്രെഡ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ബ്രെഡ് യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ വീടുകളിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന പച്ചക്കറികളിൽ ഒന്നാണ് തക്കാളി എന്ന് പറയുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് വാങ്ങിക്കുകയും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യുന്നത് പതിവാണ്. പക്ഷേ ചിലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുന്ന തക്കാളിക്ക് ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. നമ്മളിങ്ങനെ റെഫ്രിജറേറ്ററിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ തക്കാളിക്ക് അതിൻ്റെ സ്വാഭാവിക രസം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. തണുത്ത താപനില തക്കാളിയുടെ ഘടനയെ മാറ്റുന്നതോടൊപ്പം ഉള്ളിലെ ചില ചർമ്മങ്ങളെ തകർക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ തക്കാളി എപ്പോഴും അന്തരീക്ഷ ഊഷ്മാവിൽ തന്നെ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത മറ്റൊരു പച്ചക്കറിയാണ് വഴുതനങ്ങ എന്ന് പറയുന്നത്. താപനില സെൻസിറ്റീവായ ഒരു പച്ചക്കറിയാണ് വഴുതനയും ഇതുപോലെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള സ്വാദ് നഷ്ടപ്പെടുകയും ഇത് യഥാർത്ഥത്തിൽ ദോഷകരമായിട്ട് മാറുകയും ചെയ്യും. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് അവക്കാഡോ എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മളിത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷം അത് ശരിയായ രീതിയിൽ പാകമാകേണ്ടതുണ്ട്, പഴുത്ത് പാകമാകേണ്ടതുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള അവക്കാഡോ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ പഴുക്കുന്ന ആ ഒരു പ്രക്രിയയെ മന്ദഗതിയിലാക്കും. അതുകൊണ്ട് തന്നെ അവക്കാഡോ വാങ്ങിച്ചു കഴിഞ്ഞാൽ എപ്പോഴും പുറത്ത് തന്നെ സൂക്ഷിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഫ്രിഡ്ജിൽ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഫ്രിഡ്ജിനുള്ളിൽ പൂപ്പൽ വളർത്താൻ സാധ്യതയുള്ള ഭക്ഷണമാണ് വെളുത്തുള്ളി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും വെളുത്തുള്ളി നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പാടില്ല. പല ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യമാണ് തേന് റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുക എന്നുള്ളത്. തേൻ ഒരിക്കലും റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ റെഫ്രിജറേറ്ററിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് ക്രിസ്റ്റലൈസ് ചെയ്യുന്നതിന് കാരണമാകും. ഇത് വളരെ കട്ടിയുള്ളതും സ്പൂൺ വഴി നമുക്ക് പുറത്തെടുക്കാനും പോലും പ്രയാസമുള്ള രീതിയിലായിത്തീരും. സ്വാഭാവികമായിട്ടും സ്വയം സംരക്ഷിക്കാനുള്ള കഴിവുള്ളതും അനിശ്ചിത കാലത്തേക്ക് അന്തരീക്ഷ ഊഷ്മാവിൽ തന്നെ നന്നായി തുടരാൻ കഴിയുന്നതുമായ ഭക്ഷണമാണ് തേന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും അതങ്ങനെ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മൾ പാകം ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വീണ്ടും കഴിക്കുന്ന ഭക്ഷണങ്ങളും ഇങ്ങനെയുള്ള ഓയിൽ ഫുഡ്സൊക്കെ അങ്ങനെ വെച്ച് നമ്മൾ വീണ്ടും ചൂടാക്കി കഴിക്കുന്നതൊക്കെ നമ്മുടെ ഹെൽത്തിന് വളരെ ദോഷകരമായിട്ടുള്ള കാര്യമാണ്. പുറത്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നശിച്ചു പോവാത്ത തരത്തിലുള്ള ആഹാര പദാർത്ഥങ്ങളായാലും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും ഒക്കെ നമുക്ക് പുറത്ത് തന്നെ സൂക്ഷിക്കാം. ഒരിക്കലും അതിന് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെക്കേണ്ട ആവശ്യമില്ല. പക്ഷേങ്കിൽ തീർച്ചയായിട്ടും ഫ്രിഡ്ജിൽ വെക്കേണ്ടതായിട്ടുള്ള ചില സാധനങ്ങളുണ്ട്. അങ്ങനെയുള്ള ഐറ്റംസ് നമുക്ക് ഫ്രിഡ്ജിലും സൂക്ഷിക്കാം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മളിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുന്നത് വഴി പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ഫുഡ് ഐറ്റം ആയാലും പുറത്ത് വെക്കുന്നതിന് പകരം പുറത്ത് വെച്ചാൽ ഒന്നും ആയിപ്പോവില്ല എന്നുണ്ടെങ്കിൽ പോലും ഫ്രിഡ്ജിനുള്ളിൽ സ്റ്റോർ ചെയ്യുകയാണ് പതിവ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് പുറത്ത് വെക്കാൻ പറ്റുന്ന ഐറ്റംസ് പുറത്ത് തന്നെ സൂക്ഷിക്കുക.
അപ്പോൾ എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യുക.